ദൈവം മനുഷ്യനായി പിറന്നതിന്റെ ഓർമ്മയാണല്ലോ ക്രിസ്മസ്. എന്തിനാണ് ദൈവം മനുഷ്യനായി പിറന്നത്? ശരിയല്ലേ? ദൈവത്തിന് നമ്മെ രക്ഷിക്കാൻ മറ്റെന്തൊക്കെ വഴികളുണ്ട്. പക്ഷെ ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ തിരഞ്ഞെടുത്ത വഴി എന്നത് മനുഷ്യാവതാരം എടുക്കുക എന്നുള്ളതാണ്, മനുഷ്യനായി അവതരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വളരെ ഭയത്തോടെ ദൈവജനം സമീപിച്ചിരിക്കുന്ന ഒരു ദൈവത്തെയാണ്. ആകാശത്ത് നിന്നെല്ലാം നോക്കിക്കാണുന്ന, എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്ന, ശിക്ഷിക്കുന്ന, ഭയത്തോടെ ദൈവജനം സമീപിക്കുന്ന ഒരു ദൈവത്തെ പഴയ നിയമം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഓടിച്ചെല്ലാൻ സാധിക്കുന്ന, ഇരു കരങ്ങളും നീട്ടിപ്പിടിച്ച് നമ്മെ സ്വീകരിക്കുന്ന, എളിമയുടെ ഓമനത്വത്തിൻ്റെയൊക്കെ ഭാവമായിട്ടുള്ള മനുഷ്യനായിട്ട് അവതരിച്ച ഒരു ഈശോയെയാണ് നമ്മൾ പുതിയ നിയമത്തിൽ കണ്ടെത്തുക. ദൈവം മനുഷ്യനായി അവതരിച്ചത് അത് മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി മാത്രമാണ്. ഒരുപക്ഷെ മറ്റനേകം വഴികളുണ്ടായിരിക്കാം. പക്ഷേ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പോലെ ദ ബെസ്റ്റ് പോസിബിലിറ്റി അത് ദൈവത്തിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തു അവൻ ഒരു മനുഷ്യനാകാം. അതുകൊണ്ട് അവൻ നമ്മുടെ വേദനകൾ അറിയുന്നു. നമ്മൾ കടന്നു പോകാൻ സാധിക്കുന്ന സങ്കടങ്ങളിലൂടെ എല്ലാം നമുക്ക് മുൻപേ അവൻ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനം ഈശോ മനുഷ്യനായി പിറന്നതിൻ്റെ, സർവശക്തനായ ദൈവം ഈ ലോകത്തിലേക്ക് വന്നത് എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അത് സ്നേഹമാണെന്ന് മനസ്സിലാക്കാം. പരസ്പരം നമുക്കും സ്നേഹിക്കാം. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉണ്ണി ഈശോ വന്നു പിറക്കും.